ഇത് ഈ ഒരു സ്റ്റോറിയുടെ 8-ാം ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അന്നത്തെ ദിവസം തന്നെ എന്തോ വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കിടന്നുറങ്ങുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു തുറന്നു പറച്ചിൽ തന്നെയാണല്ലോ. ഈ ഭർത്താക്കന്മാരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലൊളിപ്പിച്ചാൽ അത് പിന്നെ പുറത്തു പറയാൻ ഒരു മടിയാണ്. ഞാൻ ഉണ്ണിയേട്ടന്റെ ഊശാന്തടിയിലെ മുടിച്ചുരുൾ ചുരുട്ടിയെടുക്കുമ്പോൾ എന്തൊക്കെ മനസ്സിലാലോചിച്ചു. ആ ഒരു താടിത്തുമ്പിൽ പിടിച്ചു നിൽക്കുന്ന കൂർത്ത രോമങ്ങളിലെ ആ ഒരു പരുപരിപ്പ് അത് വല്ലാണ്ട് ഇഷ്ടമാകുന്നുണ്ട്. കീർത്തന, നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, നമ്മൾ എവിടെയും പോയിട്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ അത് പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ അമിട്ട് പൊട്ടിയിരുന്നു. പക്ഷേ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ട് അടുത്തെവിടെങ്കിലും മതിയെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ശരിക്കും നമ്മൾ ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്തില്ല എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമൊത്ത് അടുത്തെവിടെങ്കിലും കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ഒരു സ്വർഗീയ അനുഭവം തന്നെയാണ്. യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു ചേർത്തുപിടിക്കലാണല്ലോ. ഞാൻ എന്റെ തുറന്ന മനസ്സോട് പറഞ്ഞു, അടുത്തെവിടെങ്കിലും പോയാൽ മതി. പ്രകൃതിയുമായി ഇണങ്ങിയ ഏതെങ്കിലും ഒരു സ്ഥലം. പിന്നെ കുറച്ച് തണുപ്പ് വേണം, വെള്ളച്ചാട്ടം, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് ഉണ്ടാക്കി തന്നെ കൊണ്ടുപോകണം. അതിരുന്ന് കഴിക്കാൻ ഒരിടവും. ഉണ്ണിയേട്ടൻ പെട്ടെന്ന് എന്റെ മുഖത്തേക്ക് നോക്കി. വല്ലാത്ത മോഹങ്ങളാണല്ലോ. ഏയ്, ഒരുപാട് മോഹങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് മോഹങ്ങൾ നമുക്ക് വേണ്ടേ? ഉണ്ണിയേട്ടൻ ഒരു നിമിഷം മൗനമായിട്ട് നിന്നു. ഇടുക്കി, മൂന്നാർ, വാഗമൺ, നീ പറഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ സമയം തന്നെ യാത്രയുടെ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് ആലോചിച്ചു. മൂന്നാറിന്റെ തണുപ്പും വെള്ളച്ചാട്ടവും യാത്രയുടെ സുഖങ്ങളുമെല്ലാം. ഞാൻ മേൽപോട്ട് നോക്കി. ട്രിപ്പിന് കൊണ്ടുപോകേണ്ട സാധനങ്ങളും കയ്യിൽ കരുതേണ്ട ആവശ്യ വസ്തുക്കളും എല്ലാം ഒരുപോലെ ചിന്തിച്ചു. നീ എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് ഉറക്കം കളയാൻ നിൽക്കണ്ട. ആ കാര്യങ്ങളെല്ലാം സമയമാകുമ്പോൾ അതിന്റെ വഴിക്കങ്ങ് നടന്നോളും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു. പണ്ട് പഠിക്കുന്ന സമയത്ത് പോലും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു ടൂർ പോകാൻ സാധിച്ചിരുന്നില്ല. അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഫ്രണ്ട്സുമായിട്ട് ടൂർ പോകുന്നതും വിവാഹത്തിന് ശേഷം ഭർത്താവുമായി ടൂർ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒന്ന് ടൂർ കണ്ടിട്ടില്ലാത്ത എനിക്ക് അതൊരു സ്വപ്നലോകം പോലെയായിരുന്നു. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൂടെ കൂടെ കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ ആ ഒരു കാര്യം സാധിച്ചിരുന്നില്ല. ആ ഒരു അർദ്ധരാത്രിയുടെ നേരത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഉണ്ണിയേട്ടനെ ഒന്ന് തോണ്ടി വിളിച്ചുണർത്തി. ഉണ്ണിയേട്ടാ, നമ്മൾ എപ്പോഴായിരിക്കും ട്രിപ്പിന് പോകുക? ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? ആളൊരു നിമിഷം ഒന്ന് തിരിഞ്ഞ് കണ്ണുകൾ തിരുമ്മി. ഈ പാതിരാത്രിക്കാണോ നീ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോന്നേ? കിടന്നുറങ്ങാൻ നോക്ക് കീർത്തന. എങ്കിലും അതൊന്ന് പറയൂ ഉണ്ണിയേട്ടാ, അതെപ്പോഴായിരിക്കും? മറ്റന്നാൾ ബുധനാഴ്ച, അപ്പം നമുക്ക് പോകാം. അത് കേട്ടതും എന്റെ മനസ്സിൽ വീണ്ടും ഒരു കുളിർ ചൊരിയുന്ന പോലെ. ഇനി നാളത്തെ ഒരു ദിവസം കൊണ്ട് ആഗ്രഹിച്ചതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചങ്ങനെ കിടന്നു. സമയം അപ്പോഴേക്കും 1 മണി 2 മണിയായിരുന്നു. എന്തോ ആ ഒരു സമയമായപ്പോ എന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. ഞാൻ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീണു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നീട് ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ തുടങ്ങി. 2-3 ദിവസത്തെ ട്രിപ്പല്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും കയ്യിൽ കരുതണമല്ലോ. 2 ദിവസത്തേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും, ഉണ്ണിയേട്ടൻ്റെ ഷർട്ട്, പാൻറ്, പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഒന്ന് തേച്ച് മിനുക്കി റെഡിയാക്കി വെച്ചു. പിന്നെ പോകുന്ന വഴിയിൽ കാണാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റെല്ലാം നേരത്തെ തന്നെ എടുത്തു വെച്ചു. പിന്നെ നല്ലൊരു റിസോർട്ട് തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഓരോ റിസോർട്ടും അതിലിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടും എന്റെ മനസ്സങ്ങോട്ട് തൃപ്തിയാവാത്ത പോലെ എടുത്തു വെച്ച സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി എണ്ണിപ്പറക്കി വെച്ചു. ഇനി എന്തേലും ബാഗിൽ വെക്കാൻ മറന്നോ എന്നൊരു നിമിഷം ചിന്തിച്ചു. സമയം അപ്പോഴേക്കും 2 മണിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ഞാൻ ഒരുപോലെ ചിന്തിച്ചു, ചേട്ടാ, ഈ സമയം പോകുന്നില്ലല്ലോ. ചിലപ്പോൾ സമയവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം സമയം കടന്നു പോകാതെ നമ്മളെ തന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ സമയം പോക്കിനു വേണ്ടി എന്തെല്ലാമൊക്കെ കാട്ടിക്കൂട്ടി. രാത്രിയായപ്പോ ഉണ്ണിയേട്ടൻ പുറത്തുപോയി വന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മുറിയിലേക്ക് കയറി. മുറിയിലേക്ക് കയറിയപ്പോ തന്നെ ഞാൻ ഒരു നിമിഷം ഒന്ന് ചേർത്ത് പിടിച്ചു. എന്തോ സന്തോഷത്തിന്റെ അമിട്ട് മനസ്സിലിങ്ങനെ പൊട്ടി നിൽക്കുമ്പോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊന്ന് സ്നേഹിക്കാൻ തോന്നും. അതെ, നമ്മൾ നാളെ ഈ സമയത്ത് മൂന്നാറായിരിക്കില്ലേ? നല്ല റിസോർട്ടൊക്കെ നോക്കിയെടുക്കണേ. അപ്പം ട്രിപ്പ് കുറച്ചുകൂടെ അടിപൊളിയാവും. എന്റെ മനസ്സിന്റെ സന്തോഷവും ഉത്കണ്ഠയും ഇതെല്ലാം കാണുമ്പോൾ തന്നെ ആർക്കായാലും കൗതുകം തോന്നും. എന്നതുപോലെ തന്നെയായിരുന്നു ഉണ്ണിയേട്ടന്റെ അവസ്ഥയും.
ശരിക്കും ആ ഒരു രാത്രി കാല് പോലും നിലത്ത് തൊടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. എടോ, താനിത് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, വെറുതെ ഇങ്ങനെ ഓടിക്കളിക്കാതെ. ഞാൻ ആ നിമിഷം ഒരു പുഞ്ചിരിയോടെ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് കട്ടിൽ വന്നിരുന്നു. ഉണ്ണിയേട്ടൻ മെല്ലെ എന്റെ അരികിൽ വന്നു. ശേഷം എന്റെ മുടിയിൽ മൃദുവായൊന്ന് തലോടി. എന്നിട്ട് എന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, എടോ മാഷേ, കിളി പോയതുപോലെ ഇങ്ങനെ നടന്നാ മതിയോ? കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെ നാളെ ട്രിപ്പിനിരുന്ന് ഇങ്ങനെ ഉറങ്ങേണ്ടി വരുവേ. ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് മൂടി കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു. ഹോ, എങ്ങനെയെങ്കിലും നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി. അലാറാം ക്ലോക്ക് 7 മണി അടിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചുണർത്തി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അരിയാനും അത് ശരിയാക്കാനും ഹെൽപ്പ് ചെയ്തു. അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഒരുവിധം ആയപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയാവാനായിട്ട് പോയി. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നതും ഉണ്ണിയേട്ടൻ ഇടാനുള്ള ഷർട്ടും പാൻറ്റും എല്ലാം ഒരുപോലെ റെഡിയാക്കി വെച്ചു. ട്രിപ്പ് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷണം ബിരിയാണിയായിരുന്നു. ബിരിയാണി എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് റെഡിയാക്കണമെന്ന് ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. വാഴയിലയിൽ വിളമ്പിയ രുചിയും ബിരിയാണിയുടെ ടേസ്റ്റും എന്തോ വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ഉണ്ണിയേട്ടൻ പറഞ്ഞു വന്നതായിരിക്കും, ട്രിപ്പ് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ മറ്റോ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെന്റെ നാത്തൂൻ ശാരി ചേച്ചിയായിരുന്നു. അവരങ്ങനെ അധികമൊന്നും ഇവിടെ വരാറില്ല. ഇതിപ്പം ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശാരി ചേച്ചിയും കുട്ടികളും ഭർത്താവും എല്ലാവരും ഒരുപോലെ തന്നെയുണ്ട്. ചേടാ, ഈ സമയത്ത് എന്തിനാ ഇവരിങ്ങോട്ട് വന്നു കയറിയത്? ഇനി എന്റെ ട്രിപ്പ് എങ്ങാനും കുളവാക്കുവോ എന്നൊക്കെയുള്ള ടെൻഷൻ എന്റെ മനസ്സിലേക്ക് വന്നു. അവർ വന്നു കയറിയതും അകത്തു നിന്നിരുന്ന ഉണ്ണിയേട്ടൻ പുറത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് അവരെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ അവിടേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവരും നമ്മുടെ കൂടെ ട്രിപ്പിന് വരുന്നുണ്ട് കേട്ടോ. അത് കേട്ട സമയം തന്നെ എന്റെ സകലം മൂടും പോയി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അതുവരെ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന സ്വപ്നമാളിക ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നു എന്ന് കണ്ടപ്പോ എന്തോ വല്ലാത്തൊരു വിഷമം തോന്നി. നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് സ്വീകരിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ അത് ചില സമയത്ത് സാധിക്കണമെന്നില്ല. അതുപോലെ ഒരു നിമിഷമായിരുന്നു അത്. പക്ഷെ ആ നിമിഷം അവരെ കണ്ടതും ഒരു പുഞ്ചിരിയോടുകൂടി വളരെ സ്വീകാര്യതയോടെ അങ്ങനെയായിരുന്നു ഞാൻ പെരുമാറിയത്. ആ നിമിഷം പെട്ടെന്ന് ഉണ്ണിയേട്ടന്റെ കയ്യിൽ ചെറിയൊരു നുള്ളു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവർ വരുന്ന കാര്യം എന്താ ഉണ്ണിയേട്ടൻ എന്നോട് പറയാഞ്ഞത്? എടി, അത് നിനക്കൊരു സർപ്രൈസ് തന്നതല്ലേ. എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ട്രിപ്പ് ഒരു അടിപൊളിയാവില്ലേ? നീ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വാ, നമുക്ക് ഇറങ്ങാം. എന്റെ തുള്ളിച്ചാട്ടവും താളമേളങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് നിന്നു. ഓടിച്ചാടി നിന്നിരുന്ന ഞാൻ പതിയെ പതിയെ ബാഗ് എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി. ട്രിപ്പ് പോകാനുള്ള മൂടും കാര്യങ്ങളൊന്നും ആ സമയത്ത് എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ പരിഭവമൊന്നും കാണിക്കാതെ ബാഗ് എടുത്തോണ്ട് അവരുടെ കൂടെ ഇറങ്ങി. വണ്ടി ഓടിക്കാൻ ഇരുന്നത് ഉണ്ണിയേട്ടനായിരുന്നു. തൊട്ടപ്പുറത്ത് ശാനി ചേച്ചിയുടെ ഭർത്താവും കയറിയിരുന്നു. ഞാനാണെങ്കിൽ തൊട്ടുപിറകിൽ ശാനി ചേച്ചിക്കും പിള്ളേർക്കും ഒപ്പം. എന്തോ ആ നിമിഷം എന്റെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമായി. അടിച്ചുപൊളിച്ച് ഉണ്ണിയേട്ടനൊപ്പം പോകാനെന്ന് ഞാൻ പതുക്കെ പതുക്കെ നിദ്രാദേവിയുടെ അനുഗ്രഹത്താൽ അപ്പോൾ തന്നെ കാറിൽ നിന്ന് ഉറങ്ങിപ്പോയി. വാഗമണിലെ മൊട്ടക്കുന്നെത്തിയപ്പോ ശാരി ചേച്ചിയുടെ മോൻ എന്നെ ഒന്ന് തോണ്ടി വിളിച്ചു. മാമി, ഇറങ്ങി വാ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? വേണ്ട മോനെ, മോൻ കഴിച്ചോ, എനിക്കിപ്പം വിശപ്പില്ല. ഞാനത് പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നു. ആ സമയം ഉണ്ണിയേട്ടൻ പതുക്കെ പതുക്കെ എന്റെ അരികിൽ വന്നിരുന്നു. എന്തു പറ്റി, നീ ഭക്ഷണം കഴിക്കാതെ? വന്നെന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇനി കുറെ ദൂരം യാത്ര ചെയ്യാനുള്ളതാ, ഇടയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. ഞാൻ ആ സമയം ഉണ്ണിയേട്ടനെ ഒന്ന് തുറച്ചു നോക്കി. എനിക്ക് വേണ്ട, ഉണ്ണിയേട്ടൻ പോയി കഴിച്ചോ, അവരെല്ലാം കാത്തിരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഉണ്ണിയേട്ടൻ പതുക്കെ എന്റെ തോളത്തുനിന്ന് തട്ടിയിട്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്താം, എന്നിട്ട് നമുക്കൊന്ന് കറങ്ങി വരാം. നീ ഇപ്പൊ വന്ന് ഭക്ഷണം കഴിക്കേ, ഞാനല്ലേ പറയണേ. ഉണ്ണിയേട്ടന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ അവിടെ പോയിരുന്ന എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. വാഗമണിലെ മൊട്ടക്കുന്നിലിരുന്ന് ഉണ്ണിയേട്ടനൊപ്പം ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ പ്രതീക്ഷയും പോയി. ഓരോ സ്ഥലമെത്തുമ്പോഴും അവിടെ ഒന്ന് കറങ്ങണമെന്ന് വിചാരിക്കും. പക്ഷേ പണ്ടേതോ കുഞ്ഞു പ്രായത്തിൽ ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കെട്ടും കെട്ടി മല കയറുന്ന പോലൊരവസ്ഥ. എല്ലാം കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചതുപോലെ മൂന്നാറിലെ ഒരു നല്ല റിസോർട്ടിൽ തന്നെ ഞങ്ങൾ റൂം എടുത്തു. ആ ഒരു സമയം എന്റെ മനസ്സ് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു റിസോർട്ട്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. അങ്ങനെ ഒരു നിമിഷങ്ങളൊക്കെ ഞാൻ മുൻപേ കണക്കുകൂട്ടിയിരുന്നു. ശാരി ചേച്ചിക്കും ഭർത്താവിനും കുട്ടികൾക്കുമെല്ലാം മറ്റു റൂമും കാര്യങ്ങളും എടുത്തു കൊടുത്തിരുന്നു. പക്ഷേ രാത്രി 11-12 മണിയായിട്ട് പോലും അവർ ഞങ്ങളുടെ റൂമിൽ തന്നെയായിരുന്നു. എന്തോ ആ നിമിഷവും ഞാൻ മറ്റുള്ളവരോട് ചിരിച്ചും കളിച്ച് നിൽക്കുമ്പോഴും എന്റെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമായിരുന്നു.
അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരുന്ന സമയത്ത് അതിനി ആരാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഒരുപക്ഷെ ഇവർ വരുന്ന കാര്യം ഉണ്ണിയേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ മനസ്സിനെ അതുമായിട്ട് പാകപ്പെടുത്തിയെടുക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് ചേച്ചിയും ഭർത്താവും കുട്ടികളും എല്ലാം അവരുടെ റൂമിലേക്ക് പോയപ്പോൾ തന്നെ ഏകദേശം റൂം വളരെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. എന്തോ വലിയൊരു യുദ്ധം കഴിഞ്ഞ പോലെ. ഞാൻ ഒരു നിമിഷം ഉണ്ണിയേട്ടനെ ഒന്ന് നോക്കി. എന്റെ നോട്ടത്തിൽ തന്നെ ഉണ്ണിയേട്ടന് കാര്യം മനസ്സിലായി. ശേഷം ഞാനൊരു ചെറിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ കിടന്നു. എന്താ നിനക്ക് ട്രിപ്പിന് വന്നിട്ടൊരു മൂഡില്ലാത്തത്? എനിക്ക് ആ നിമിഷം ഒന്നും മിണ്ടാൻ തോന്നിയില്ല. ശത്രുക്കൾക്ക് പോലും ഇതേപോലൊരു ഗതി വരുത്തരുത്. ഇതിന് എനിക്കൊരു ട്രിപ്പായിട്ടൊന്നും തോന്നുന്നില്ല. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കലവിട്ടുടച്ചാൽ എങ്ങനെയിരിക്കും, അതേപോലെയായിരുന്നു ഈ ട്രിപ്പ്. എന്തായാലും ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തന്ന എന്റെ ഭർത്താവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ഷീറ്റ് എടുത്ത് തലവഴി മുടി തിരിഞ്ഞു കിടന്നു. ഈ ഒരു സ്റ്റോറിയുടെ അടുത്ത ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.